സർ, ആശാവർക്കർമാരുടെ സമരം BJP SUCI സമരമായി മാറുന്നുണ്ടോ? ഈ സമരം ആദ്യം തുടങ്ങിയത് SUCIയുടെ സമരമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇളമരം കരീം കൃത്യമായിട്ട് പറഞ്ഞത് പാട്ടപ്പിരിവുകാരാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ SUCIക്കാരാണ് നമുക്കെല്ലാം അറിയാമല്ലോ. ഇപ്പോൾ എറണാകുളത്തും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ന് പാട്ടപ്പിരിവ് നടത്തുന്ന ആളുകൾ അവരാണ്. അപ്പോൾ അവരുടെ സമരമായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ BSP ഇവരുടെ യൂണിയനെ പിളർത്തിക്കൊണ്ട് BMS ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് BJPയുടെ തൊഴിലാളി സംഘടനയാണല്ലോ BMS അത്തരത്തിലൊരു യൂണിയൻ ഉണ്ടാക്കുകയും അവർ ഈ പറയുന്ന ഞങ്ങളുടെ ഒരു യൂണിയൻ കൂടി സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വീണാർ ജോർജിന് ലെറ്റർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔദ്യോഗികമായി ഇപ്പം നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, ഇത് SUCIയുടെ BMSൻ്റെയും സമരമാണ് എന്നുള്ളതിന് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ആശാവർക്കർമാരുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണ് എന്ന് പറയുമ്പോൾ പോലും CPM എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് BMS SUCI സമരമായി മാറിയതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ഇന്നലെ മുതൽ യഥാർത്ഥത്തിൽ CPM ഇതിനെ അങ്ങേയറ്റം നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇതിൻ്റെ 38-39 ദിവസങ്ങളിൽ. കാരണം അതുകൊണ്ടാണ് രാവിലെ തന്നെ NHMൻ്റെ ഡയറക്ടർ, നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഡയറക്ടർ ഇവർ ചർച്ചയ്ക്ക് വിളിക്കുകയും നിങ്ങൾ സമരം പിൻവലിച്ചു പോകൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർ വീണ്ടും ഒരു 3 മണിയായപ്പോൾ വീണ ജോർജ് കൂടി വിളിച്ചൊന്ന് തമാശ കാണിച്ചു. വീണ ജോർജ് വീണ്ടും എന്ന് പറഞ്ഞ് വിളിച്ചു, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് വീണ ജോർജും പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ കാശില്ല, ഗവൺമെൻറ് കയ്യിൽ കാശില്ല, പ്ലീസ് എനിക്ക് ആകെ ഡൽഹിക്ക് ആളിൽ ടിക്കറ്റ് എടുത്ത് തന്നെ കടം മേടിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, നേരെ ഇവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, ഇത് SUCI BMS സമരമായി മാറുന്നു എന്നാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ SUCIയുടെ ഒരു വലിയ പ്രശ്നമുള്ളത്, SUCIയൊക്കെയാണ് 34 കൊല്ലം ബംഗാളിൽ ഭരിച്ചിരുന്ന CPMനെയൊക്കെ തകർത്തെറിയാനുള്ള ഒരു ഇന്ധനമായി മാറിയത്. SUCIകളും മാവോയിസ്റ്റുകളും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ നന്ദിഗ്രാം പ്രശ്നത്തിലൊക്കെ വലിയ തോതിൽ ഇടപെടുകയും പിന്നീട് അതൊരു സമരമായി മാറുകയൊക്കെ ചെയ്തിരുന്നു. ഇനി ഇത് കൂടാതെ നമുക്കറിയാമല്ലോ, അതായത് അണ്ണാ ഹസാരയുടെ സമരം നമുക്കറിയാം, ജന്തർ മന്ദറിൽ നടത്തിയപ്പോൾ അത് വലിയ തോതിൽ ലോക്പാൽ ബില്ലിന് വേണ്ടിയും അതുപോലെ ഇന്ത്യയിലെ അഴിമതിക്കെതിരെയും ഒക്കെ നടത്തിയിട്ടുള്ള സമരമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അഴിമതിക്കെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങളെ പോലെ തന്നെ ഇതങ്ങോട്ട് കത്തിപ്പടരുമോ എന്നുള്ള ഒരു സംശയമാണുള്ളത്. അതുകൊണ്ടാണ് CPM ഇത്തരത്തിലുള്ളൊരു നിലപാട് ഇതിനോട് എടുക്കുന്നത്. ഇത് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഈ സമരത്തെ അനുകൂലിക്കുന്ന ആളുകളാണ്, എന്ന് പറഞ്ഞാൽ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിലൊരു ഇരട്ടത്താപ്പുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം അത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്താണെന്ന് വെച്ചാൽ 26 ലക്ഷം വരുന്ന ആശാവർക്കർമാരെ കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളികളായി അംഗീകരിക്കുകയും അവർക്ക് ശമ്പളമായി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊന്നും ആവശ്യപ്പെടാതെ കേരള ഗവൺമെൻറ്റിനോട് മാത്രം ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഈ സമരത്തിനിടയിലും ചില ഇരട്ടത്താപ്പുകളുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അവിടെ സമരം ചെയ്യുന്ന 90% ആളുകളെ നമ്മളിന്ന് കണ്ടതാണ്. അവരൊക്കെ തന്നെ പാവങ്ങൾ ഇത്തരത്തിൽ ഒരു കരുവാക്കപ്പെടുകയാണ് എന്നൊന്നും അറിയാതെ ഇത്തരത്തിലുള്ളൊരു സമരത്തിലേക്ക് ഇറങ്ങി വന്നവരാണ്. അവർ വലിയ ബുദ്ധിമുട്ടോടുകൂടി ഈ സമരം നയിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ചെന്ന് കൊട കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാനന്ന് തന്നെ പറഞ്ഞിരുന്നു, സുരേഷ് ഗോപി കൊട കൊടുത്തുകൊണ്ട് കാര്യമില്ല, അവർക്ക് ചൂടി വെയിലത്തും മഴയത്തും ഇരുന്നു എന്നാണ് പറയണത് സുരേഷ് ഗോപി എന്നിട്ട്. അയാളല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ കാണിക്കാൻ മിടുക്കനാണ്. മറ്റേ 1 രൂപ കൊടുത്തിട്ട് കാലുകൊട്ട് വന്നിപ്പിക്കുന്ന പണിയൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊക്കെ തവണ പുള്ളിക്ക് ബ്രാഹ്മണനായി ജനിക്കണം എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അത്തരത്തിലുള്ള വിവരക്കേടൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ BJP കൂടി ഈ സമരത്തിൻ്റെ പുറകിൽ വളരെ കൃത്യമായി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്ന ദിവസം രാവിലെ KK ശൈലജ എന്ന് പറയുന്ന CPMൻ്റെ ഒരു വജ്രായുധത്തെ കൂടി പുറത്തിറക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഡൽഹിയിൽ നിന്ന് KK ശൈലജ പറഞ്ഞിരിക്കുന്നത് ഇത് അങ്ങേയറ്റം തെറ്റായ സമരമാണ്. കാരണം ഈ സമരത്തിന് മുന്നിൽ SUCIക്കാരും അതുപോലെ തന്നെ BMSകാരും ഒക്കെയാണുള്ളത്. അതുകൊണ്ട് ഇത് ന്യായയുക്തമായ സമരമല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. CPM ഇതിൻ്റെ പ്രതിരോധം തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. അത് വീണ ജോർജ് പ്രതിരോധം തീർത്താൽ അത്രത്തോളം വിജയിക്കില്ലെന്നറിയാം. ആ വിജയിക്കാൻ ആരെക്കൊണ്ട് പറയിപ്പിക്കണമെന്ന് CPM തീരുമാനിച്ചു. അത് ഇപ്പോൾ പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തിട്ടുള്ള KK ശൈലജയെ രംഗത്തിറങ്ങിയിരുന്നു. KK ശൈലജ 1.25 ലക്ഷം വോട്ടിന് ഷാഫി പറമ്പിലിനോട് തോറ്റു എന്നൊക്കെ ഉള്ളത് വാസ്തവമാണെങ്കിൽ പോലും അതൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയ തള്ളിച്ചയിൽ അങ്ങോട്ട് സംഭവിച്ചു പോയതാണ്. പക്ഷെ അപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് KK ശൈലജയോടും സ്ത്രീകൾക്കൊക്കെ വലിയ തോതിലുള്ളൊരു മമത അവരോട് ഉണ്ട്. അപ്പോൾ ആ മമത ഉള്ളത് കൊണ്ടും ആരോഗ്യരംഗത്തെ കൃത്യമായി നോക്കിയ ഒരാൾ എന്ന് പറയുന്ന ഒരു ഇമേജും ഒക്കെ ബിൽഡ് ചെയ്യാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ആ ഇമേജ് കൊണ്ടും അവർ ഏറ്റവും മികച്ച ആയുധത്തെ തന്നെ ഈ 40ാമത്തെ ദിവസം ആശാ വർക്കർമാർക്കെതിരെ രംഗത്തിറക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് ഗംഭീരമായി CPM ഇതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സർ,
ഹരിയാനയിലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം CIT സമരങ്ങൾ നടത്തിയല്ലോ, അതിനെക്കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ എല്ലായ്പ്പോഴും CPM-ൻ്റെയും പിണറായിയുടെയൊക്കെ ഒരു വിമർശകനാണ് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ മോദിയുടെയും വിമർശകനാണ്. പക്ഷേ അതൊക്കെ പറയുമ്പോൾ പോലും ഈ ആളുകൾക്കൊന്നും എല്ലാം അവർ ചെയ്യുന്നത് കുഴപ്പമാണ് എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല. ഞാനൊരു തരൂരിൻ്റെ ലൈൻ എടുക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ശരി കണ്ടാൽ ശരിയെന്ന് പറയുകയും തെറ്റ് കണ്ടാൽ തെറ്റ് എന്ന് പറയുകയും ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ വളരാൻ നല്ലത് ഏതെങ്കിലും ഒരു സൈഡ് പിടിക്കുന്നതാണ്. എനിക്ക് നല്ല ബോധമുണ്ട്. എനിക്ക് കൃത്യമായി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ഒരു ഹിന്ദുത്വ മോഡൽ പിടിക്കുകയും കുറച്ചുകൂടി വർഗീയത പറയുകയൊക്കെ ചെയ്ത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ നമ്മുടെ വീഡിയോ കാണും. നേരെ തിരിച്ച് CPM-ന് അനുകൂലമായിട്ട് എടുത്താൽ നമ്മുടെ വീഡിയോ കാണും. ഇപ്പോൾ 2026 CPM-ന് ഭരണം കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്താൽ ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുകയും അത് കാണുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ സത്യം പറയുന്ന വളരെ കുറച്ച് ആളുകൾ, അതായത് ഒരു പക്ഷവും പിടിക്കാത്ത സത്യം അറിയണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഈ ചാനൽ കണ്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഉത്തരം സ്ട്രെയിറ്റായി പറഞ്ഞാൽ അത് പറയുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ CIT അവിടെയൊക്കെ സമരം ചെയ്ത് ഇപ്പോൾ ഹരിയാനയിലെ 3000 രൂപയായിരുന്ന അവിടുത്തെ ആശാ വർക്കർമാരുടെ ശമ്പളം 26,000 രൂപയാക്കണമെന്ന് പറഞ്ഞ് CPM സമരം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ CIT ഒക്കെ സമരം ചെയ്തപ്പോൾ ആ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങളിലൊന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് CPM-ന് അത് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന, ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ആണ്. അതുകൊണ്ട് അതൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. ഹരിയാനയിൽ ആരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്? ആ ഭരിച്ചുകൊണ്ടിരുന്നവർ ഇത് കൂട്ടിക്കൊടുത്തോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള 1-2 മന്ത്രിമാരെ ഒരു ചർച്ചയ്ക്കൊക്കെ വിളിച്ചു. പക്ഷേ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പോലും അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും അതുപോലെ തന്നെ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനോടുമുള്ള ഒരു അഭ്യർത്ഥന തന്നെയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എങ്കിൽ പോലും ഈ സമരത്തെ CPM നേരിട്ട രീതിയോട് എനിക്ക് വലിയ, ഇപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. കാരണം ഇതിനൊക്കെ ജസ്റ്റിഫിക്കേഷൻ പറയാം, കൃത്യമായി ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ CPM-ൻ്റെ എല്ലായ്പ്പോഴുമുള്ള അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ സമീപനമാണ് ഈ സമരത്തെ കൂടുതൽ വഷളാക്കിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇളമര കരീം വന്നിട്ട് പറയുന്നത് ഇത് പാട്ട കിളിക്കലല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഈ പാട്ടയല്ല, വീട്ടിലുള്ള ആടിനെ കൂടി വിറ്റിട്ടാണ് ദേശാഭിമാനിയൊക്കെ എന്ത് ചെയ്തത് തുടങ്ങിയത്. ബക്കറ്റ് വിരിക്കുന്നതും പാട്ട വിരിക്കുന്നതും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഇളമര കരീമിനെ പോലെയുള്ള മുതലാളിമാർക്ക് ഇപ്പോൾ ഈ പാട്ട വിരിക്കുന്നവരോട് വലിയ വെറുപ്പൊക്കെ തോന്നും. അതും ഒരു കാര്യം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഈ പെമ്പിളை ഒരുമയെന്ന് പറഞ്ഞ സമരം നടത്തിയിരുന്നു മൂന്നാറിൽ. അന്ന് മറ്റേ മഹാനായിട്ടുള്ള ലെനിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ പട്ടണി പാവങ്ങളുടെ പടത്തലവനായിട്ടുള്ള MM മണി എന്ന് പറഞ്ഞതെന്നാണെന്നറിയോ? കുറ്റിക്കാട്ടിൽ വേറെ പരിപാടിയായിരുന്നു എന്നാണ്. ആര്? പെമ്പിള ഒരുമക്കാരും കുറച്ച് DYSPയും ഒക്കെ ആയിട്ട് ഇപ്പോൾ കുറ്റിക്കാട്ടിൽ വേറെ പരിപാടിയായിരുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. കാരണം എന്താണിത് കേൾക്കുന്ന സാമാന്യ ബോധമുള്ള എല്ലാ മലയാളിക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിൽ ഈ സമരങ്ങളെ ആദ്യമേ തന്നെ ഇത്തരത്തിൽ അപമാനിക്കാനുള്ള പരിപാടികൾ ചെയ്യരുത്. ഇപ്പോൾ അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാഷ് വന്നിട്ട് പറഞ്ഞത് STPIക്കാരും PFIക്കാരുമാണ് ഈ സമരത്തിന് പുറകിലെന്നാണ്. എന്ത് തെളിവാണുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ബാക്കിയുള്ളവരും റിപ്പോർട്ട് കൊടുക്കണ്ടേ? PFIക്കാർ നിരോധിത സംഘടന ഇവിടെ വന്ന് സമരം നടത്തുകയാണ്, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കലാപം ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ 39-40ാമത്തെ ദിവസത്തിൽ ഇത്തരത്തിലുള്ള തറപ്പണികളൊക്കെ എടുത്തതിന് ശേഷം CPM കൃത്യമായ സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുന്നു എന്നാണ്. അത് ഇപ്പോൾ അരുൺകുമാറിനെ പോലെ DYFIയുടെ നേതാവായിട്ടുള്ള എറണാകുളം ജില്ലയിലെ അരുൺകുമാർ കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാടിനോ ചർച്ചയിൽ അതിഗംഭീരമായി പെർഫോം ചെയ്തു. അതേപോലെ ഇപ്പോൾ CPM ഇന്ന് KK ശൈലജ ടീച്ചർ ഇറക്കിക്കൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ സമരത്തെ വെറുതെ തള്ളിക്കളഞ്ഞുകൊണ്ടും അപഹസിച്ചുകൊണ്ടും നേരിടാൻ പറ്റില്ല എന്ന് പറയുന്ന ബോധ്യത്തിലേക്ക് CPM വരികയും CPM കൃത്യമായ ആയുധങ്ങൾ പുറത്തെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇനി ഒരു കാര്യം കൂടി പറയാം. 1000 രൂപ കൂട്ടിക്കൊടുത്താൽ അവർ ഈ സമരം ഉപേക്ഷിച്ച് പോയിക്കോളും. കാരണം ആ ലെവലിലേക്ക് CPM ഇതിനെ എത്തിച്ചിട്ടുണ്ട്. 39-40 ദിവസം അവിടെ ഇരിക്കാന്നൊക്കെ പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. പിന്നെ പകുതി പേരെ CPM തന്നെ പിൻവലിച്ചിട്ടുണ്ട്. കാരണം അവരുടെ വീടുകളിലും മറ്റേ വീട്ടിലൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സമരത്തെ പൊളിക്കാൻ നമ്മൾ CPM-നെ വേറെ ആരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ആരെ പൊളിക്കാൻ? അപ്പോൾ അത്തരത്തിൽ CPM കൃത്യമായി ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് പേര് അവിടെ സമരത്തിനുള്ളൂ. മഹാഭൂരിപക്ഷം പേര് CIT യൂണിയനിലാണ്. അതുപോലെ കുറേ പേർ INTUC യൂണിയനിലൊക്കെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് നേരത്തെ ആദ്യം പറഞ്ഞ കാര്യമാണ്. SUCIയുടെയോ അല്ലെങ്കിൽ BMSൻ്റെയോ ഒക്കെ സമരത്തിന് CPM വഴങ്ങിക്കൊടുത്താൽ ആശാ വർക്കർമാരുടെ ഇടയ്ക്ക് അവരോടൊരു അനുഭാവം ഉണ്ടാവുകയും അവർ ആ സമരത്തെ കുറേ കൂടി ആ സംഘടനയിലേക്ക് ആകർഷിക്കപ്പെടുകയൊക്കെ ചെയ്യും.
ഇപ്പം നമ്മുടെ ഒരു സംഘടന വേറെ എതിരെ സംഘടനയാണെങ്കിലും അവരെ കൊണ്ട് നമുക്കൊരു ഗുണമുണ്ടായി, നമുക്കൊരു 500 രൂപ 1000 രൂപ കൂട്ടിക്കിട്ടിയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനോടുള്ള അനുഭവം കൂടും, ആ സംഘടന കുറേ കൂടി ശക്തിപ്പെടും. ആ ശക്തിപ്പെടുന്ന പരിപാടി നല്ലതല്ല എന്ന് CPM കൃത്യമായി വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഈ സമരം CPM പൊളിക്കും എന്ന് തന്നെയാണ്. ഇത് വിജയിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വിജയിക്കാൻ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് സമരക്കാർ ഈ BMSനെയും അതുപോലെ SUCക്കാരെയും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ഉൾപ്പെടുത്തലുകളുടെയും ചില ഹിഡൻ അജണ്ടകളുടെയും ഒക്കെ കൂടി ഇൻസ്പിറേഷനിലാണ് ഈ പറയുന്ന ആളുകൾ സമരം ചെയ്യുന്നത്. പക്ഷേ സമരം ചെയ്യാൻ വന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ എന്താ വിചാരിക്കുന്നത്, അവർക്ക് 13,000 രൂപ കിട്ടുന്നുള്ളൂ, ഈ സമരത്തിന് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശ് കൂട്ടി കിട്ടുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ സമരത്തിൻ്റെ ഭാഗമായി പണം കൂട്ടില്ല. പക്ഷെ ഉറപ്പായിട്ടും അടുത്തൊരു 6 മാസം കഴിയുമ്പോൾ ഇപ്പോൾ 7,000 രൂപയായി നിൽക്കുന്നത് ഒരു 9,000-ഓ 10,000-ആയി ഉയർത്തിയേക്കും. മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് 2026 തെരഞ്ഞെടുപ്പിന് 5 മാസം മുമ്പായിരിക്കും. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ. പിന്നെ ഈ പ്രശ്നം വഷളാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് വീണ ജോർജ് കൂടിയാണ്. കാരണം ഈ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലാത്തത് കൊണ്ടിട്ട് പലപ്പോഴും അവരുടെ അഭിനയം കൃത്യമായിട്ട് ഫലിക്കുന്നില്ല. അവർ നല്ല അഭിനേത്രിയാണ്, യഥാർത്ഥത്തിൽ സിനിമയിലൊക്കെ പോകേണ്ട ഒരാളാണ്, മഞ്ജു വാര്യരുടെ ഒപ്പം കലാത്തിലൊക്കെ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ പരിപാടികളിൽ ഇവരുടെ അഭിനയം അത്രത്തോളം ഫലിക്കുന്നില്ല. ഇവരെന്ത് പറഞ്ഞാലും അത് അബദ്ധങ്ങളിലേക്കാണ് ചെന്ന് ചേരുന്നത്. പിന്നെ ഇവരുടെ മൊത്തത്തിലുള്ളൊരു ടോട്ടാലിറ്റിയും ഇവരുടെ ഒരു നേച്ചറും എല്ലാം തന്നെ ഇതിന് വലിയ പ്രശ്നം ആകുന്നുണ്ട്. പിന്നെ ഗോവിന്ദൻ മാഷ പോലെയുള്ള മണ്ടത്തരങ്ങൾ എപ്പോഴും വിളിച്ചു പറയുന്ന CPMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതിന് മറ്റേ എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ഇതിൻ്റെ ഫാക്റ്റ്. ഇതിൽ നമ്മളിപ്പോൾ CPMനെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം CPMന് രാഷ്ട്രീയം കൂടി ഇതിനകത്ത് അവർ കൃത്യമായി കാണുന്നത് കൊണ്ടാണ്. പക്ഷേ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങളെല്ലാം ന്യായമാണ്, ഉന്നയിച്ചേക്കുന്നത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.